നിയമത്തിൽ ഇവിടെ ചട്ടലംഘനം നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, PV അൻവർ അല്ല ഇവിടെ ചട്ടലംഘനം നടത്തിയിട്ടുള്ളത്. ഇവിടെ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടുത്തെ 3 മുന്നണികളും ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. വലിയ സാമ്പത്തിക അഴിമതി ഇവിടെ നടത്തിയിരിക്കുന്നു. 3 മുന്നണി കൂടി ഏകദേശം 34,88,00,000 രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ആ ചെലവഴിച്ചതിന്റെ കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ മെയിലായിട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതി കൊടുത്ത് ആ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല ഇലക്ഷൻ കമ്മീഷൻ തിരിഞ്ഞത്. ഈ നാട് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രമാത്രം പണമാണ് ഇവിടുത്തെ പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 10-21 MLA-മാര്, 1097 MLA-മാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാര്, UDF-ന്റെ 19ഓളം MP-മാര്, LDF-ന്റെ 3ഓളം രാജ്യസഭാ MP-മാര്, BJP-യുടെ സുരേഷ് ഗോപിയോടൊക്കെയുള്ള കേന്ദ്രമന്ത്രിമാര്, അവരുടെ അതർ സ്റ്റേറ്റ് ലീഡേഴ്സ്, ഇവരൊക്കെ 18 ദിവസമായി റൂമെടുത്ത് ഇവിടെ തങ്ങി കോടികൾ ഇവിടെ പൊടിക്കുകയാണ്. ഈ കണക്കുകൾ വെച്ചിട്ടാണ്. ചുമരെഴുത്ത് മാത്രമുണ്ട് 35 ലക്ഷം രൂപ. ആകെ 40 ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചെലവഴിക്കാൻ അനുമതിയുള്ളൂ. ആ സ്ഥാനത്താണ് 11-12 കോടി രൂപ ഇവിടെ ചെലവഴിച്ച അഴിമതിയുടെ കണക്ക് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്തത്. ആ കാര്യം നിങ്ങളോട് പറയാൻ വരുമോ? അതൊന്നും നോക്കാനില്ല. ഇവിടുത്തെ സകലമാന പോസ്റ്ററുകളും ഓഫീസുകളും സർക്കാർ ഓഫീസുകളിലും ഒക്കെ പോസ്റ്റർ എഴുതി ചുമരെഴുതി അത് വൃത്തികേടാക്കിയിരിക്കുക. സാധാരണ ഇലക്ഷൻ കമ്മീഷൻ വന്നതിന് മുകളിൽ കറുത്ത പെയിന്റ് അടിച്ച് അത് റിമൂവ് ചെയ്യാനുള്ള ചെലവ് ഏത് സ്ഥാനാർത്ഥിയുടെ പേരിലാണോ പോസ്റ്റർ ഒട്ടിയിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ ചെലവെഴുതിയ പൈസ വസൂൽ ചെയ്യും. MLA, അതല്ല ഇന്നത്തെ പ്രശ്നം. അതല്ല, ഇന്നിപ്പോ രാവിലെ താങ്കൾ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു, പത്രസമ്മേളനത്തിൽ താങ്കൾ പങ്കെടുക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പരസ്യമായി ഇവിടെ പത്രസമ്മേളനം വിളിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം പുറത്തുനിന്നുള്ള ആളുകൾ വരാൻ പാടില്ല, അതൊക്കെയാണ് ചട്ടമായി പറയുന്നത്. അവര് ചട്ടത്തിന് വല്ല കടലാസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അല്ല, അവർ പറയുന്നത് പോട്ടെ, കടലാസുണ്ടോ? ഏത് കടലാസാണ് കാണിക്കുന്നത്? അല്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ചട്ടം 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 എന്നിങ്ങനെ ശബ്ദം കൂട്ടി പറഞ്ഞോണ്ട് ചട്ടാവോ? ആവോ? ആ ചട്ടം പറയുന്നിടത്ത് അതിന്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതാണെങ്കിൽ നോട്ടീസ് വരട്ടെന്ന്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പറയുന്നതാണ് ശരിയെങ്കിൽ അതിന് അപ്പീലുണ്ടല്ലോ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്. അതിന്റെ മുകളിൽ സുപ്രീം കോടതി ഉണ്ടല്ലോ. നമുക്ക് ചട്ടമൊന്നൊന്നും വിശദീകരിക്കപ്പെട്ടോട്ടെ. ഈ പറയുന്ന കീഴ്വഴക്കം, എന്ത് കീഴ്വഴക്കം? കീഴ്വഴക്കമൊക്കെ വീട്ടില്, കുടുംബത്തില്. നിയമത്തിലെന്ത് കീഴ്വഴക്ക? നിയമത്തിൽ നിയമമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കീഴ്വഴക്കം എന്ന് വന്നിട്ടൊരു ഓഫീസർ പറയാ. അതെന്ത് നിയമ? കീഴ്വഴക്കം എന്ന് പറയുന്ന ഒരു നിയമം നാട്ടിലുണ്ടോ? ഞാൻ മടങ്ങണ്ടേ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ മടങ്ങാം. നാളെന്തായാലും വോട്ട് ചെയ്യാൻ പോകണ്ടേ വയനാട്ടില്? ആര് പറഞ്ഞു? അതായത് 48 അവേഴ്സിന് മുമ്പിൽ ശബ്ദത്തോടു കൂടിയുള്ള പ്രചരണം അവസാനിപ്പിക്കണം. അത് മാത്രമേ നിയമത്തിൽ പറയുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ, കാര്യങ്ങൾ, നാട്ടിലെ എന്താ പറയുക സ്വസ്ഥത കെടുത്തുന്ന പരാമർശം നടത്താൻ പാടില്ല. അത് വളരെ കർശനമാണ്. അല്ലാതെ നാട്ടിലെ പൊതുവായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികൾ നടത്തിയ അഴിമതിയെക്കുറിച്ച് ഒരു MLA എന്ന നിലയ്ക്ക് ഞാൻ നൽകിയ ഒരു പരാതി, ആ പരാതി ജനങ്ങളിലെത്തിക്കാൻ ബഹുമാനപ്പെട്ട പത്രമാധ്യമങ്ങളെ കണ്ട ആ കാര്യം പറയുന്നത് ഏത് ചട്ടത്തിന്റെ ലംഘനാണെന്ന്. ഈ ചട്ടലംഘനം എന്ന് പറഞ്ഞാൽ മതിയോ? നമുക്ക് നോക്കാന്നേ.